ഏവർക്കും സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 10th പ്രിലിംസിൻ്റെ തേർഡ് ഫേസിൻ്റെ ആൻസർ കീ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സാന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ഓപ്ഷൻസ്: ഹസാരിബാഗ്, പഹാരിയ, ദൽബൂം, ദാമിൻ കോഹ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദാമിൻ കോഹ്. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സാന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശമാണ് ദാമിൻ കോഫ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻസ്: സൗമൻ സെൻ, കെ ടി കോശി, നിതിൻ മധുകർ ജാംദർ, ആഷിഖ് ജിതേന്ദ്ര ദേശായി. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ ആണ്, സൗമൻ സെൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. ഓപ്ഷൻസ്: പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയ ജില്ലയാണ് കണ്ണൂർ. നാലാമത്തെ ക്വസ്റ്റ്യൻ: 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. ഓപ്ഷൻസ്: ഇ വി രാമകൃഷ്ണൻ, ഇ പി രാജഗോപാലൻ, എൻ പ്രഭാകരൻ, അംബികാസുധൻ മങ്ങാട്. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഓപ്ഷൻ ബി, ഇ പി രാജഗോപാലൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകൻ. ഓപ്ഷൻസ്: ഇ വി രാമസ്വാമി, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, തൈക്കാട് അയ്യാസ്വാമി. അയ്യാവഴി എന്ന അറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിന്റെ സ്ഥാപകനാണ് വൈകുണ്ഠസ്വാമികൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ: അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻസ്: വക്കം അബ്ദുൽ ഖാദർ മൗലവി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദൻ. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ബടാനന്ദൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ഓപ്ഷൻ: ഡൗസൻ, ബെഞ്ചമിൻ ബെയ്ലി, ഗുണ്ടറ്റ്, അർണോസ് പാതിരി. ആൻസർ വരുന്നത് ഡൗസൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല. ഓപ്ഷൻസ്: CMS പ്രസ്, ബേസൽ മിഷൻ പ്രസ്, സെന്റ് ജോസഫ് പ്രസ്, ട്രാവൻകൂർ പ്രസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സെന്റ് ജോസഫ് പ്രസ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ഓപ്ഷൻസ്: ഷോർട്ടുഗാൻ, ചാൻഹുദാരോ, ധോളവീര, മോഹൻജദാരോ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ധോളവീര. പത്താമത്തെ ക്വസ്റ്റ്യൻ: CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. ഓപ്ഷൻസ്: പാഞ്ചാലം, യൗധേയർ, വഞ്ചി, ചേതി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, യൗധേയർ. 11ാമത്തെ ക്വസ്റ്റ്യൻ: സമ്പൂർണ്ണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? ഓപ്ഷൻസ്: ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതൊരു ഉയർത്തപ്പെട്ട തീരസമതലമാണ്. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. നദികളുടെ നിക്ഷേപണ പ്രക്രിയ മൂലം ഡെൽറ്റകൾ രൂപം കൊള്ളുന്നു. ഇവിടെ 1-ാമത്തെയും 3-ാമത്തെയും പ്രസ്താവനകളാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകളിൽ പെടുന്നത്. ഏതൊക്കെയാണത്? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതാ ശൃംഖല. ഓപ്ഷൻസ്: വടക്ക് തെക്ക് ഇടനാഴി, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി, സുവർണ ചതുഷ്കോണം, ദേശീയപാത 66. ആൻസർ ഓപ്ഷൻ സി, സുവർണ ചതുഷ്കോണം. 14ാമത്തെ ക്വസ്റ്റ്യൻ: കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: കാവേരി, മഹാനദി, ഗോദാവരി, നർമ്മദ. ആൻസർ ഓപ്ഷൻ എ, കാവേരി. 15ാമത്തെ ക്വസ്റ്റ്യൻ: ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: മരുസ്ഥലി, രാജസ്ഥാൻ ബാഗർ, ടെറാൽ, ദ്രിയാൻ. ആൻസർ ഓപ്ഷൻ ബി, രാജസ്ഥാൻ ബാഗർ. 16ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഓപ്ഷൻസ്: പാകിസ്ഥാൻ, മാലിദ്വീപ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ. ആൻസർ ഓപ്ഷൻ ഡി, അഫ്ഗാനിസ്ഥാൻ. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ് മാഗ്നറ്റൈറ്റ്, സിന്നബാർ, മൈക്ക, ബോക്സൈറ്റ്. മൈക്കയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി. മൈക്ക ഒരു അലോഹ ധാതുവാണ്.
18ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ഭംഗർ, ബാബർ, ഖാദർ, ദോബ്. ആൻസർ ഓപ്ഷൻ എ ബംഗർ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. ഓപ്ഷൻസ് ഹിമാചൽ ഹിമാലയം, കാശ്മീർ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ആൻസർ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ഹിമാലയം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം. ഹിമാലയം, ആരവല്ലി, പശ്ചിമഘട്ടം, കാറക്കോറം. ആൻസർ ഓപ്ഷൻ ബി ആരവല്ലി. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് അരുണ ആസഫ് അലി, അമൃത കൗർ രാജകുമാരി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, സരോജിനി നായിഡു. ആൻസർ ഓപ്ഷൻ എ അരുണ ആസഫ് അലി. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായ വർഷം ഏതാണ്? 1921, 1935, 1916, 1913. ആൻസർ 1913. 23ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ആരുടെ വാക്കുകളാണിത്? ഭഗത് സിംഗ്, ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത്? ഓപ്ഷൻസ് പാലിയം സത്യാഗ്രഹം, വയലാർ കലാപം, ആറ്റിങ്ങൽ കലാപം, മലബാർ കലാപം. ആൻസർ ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻസ് രവീന്ദ്രനാഥ് ടാഗോർ, മൗലാന അബ്ദുൽ കലാം ആസാദ്, ലാല ലജ്പത് റായ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം. ഓപ്ഷൻസ് മണിപ്പൂർ, പഞ്ചാബ്, ഹൈദരാബാദ്, ജുനഗഡ്. ആൻസർ ഓപ്ഷൻ എ മണിപ്പൂർ. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം. ഓപ്ഷൻസ് രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഒറീസ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ലാഹോർ സമ്മേളനം, ബെൽഗാം സമ്മേളനം, കൽക്കത്ത സമ്മേളനം, ബോംബെ സമ്മേളനം. ആൻസർ ഓപ്ഷൻ ബി ബെൽഗാം സമ്മേളനം. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ ബി ആർ അംബേദ്കർ. ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി, സർക്കാരിയ കമ്മീഷൻ, രാജമന്നാർ കമ്മിറ്റി, കേൽക്കർ കമ്മീഷൻ. ആൻസർ സ്വരൺ സിംഗ് കമ്മിറ്റി. 32ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ, മുഖ്യമന്ത്രി, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, രാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ എ ഗവർണർ. 33ാമത്തെ ക്വസ്റ്റ്യൻ, മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? ഓപ്ഷൻസ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന. ആൻസർ ഓപ്ഷൻ സി രാജസ്ഥാൻ. 34ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2003, 2005, 2002, 2004. ആൻസർ ഓപ്ഷൻ ബി 2005. 35ാമത്തെ ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻസ് സർക്കാർ പത്രക്കുറിപ്പുകൾ, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഗവൺമെന്റ് സർക്കുലറുകൾ. ആൻസർ ഓപ്ഷൻ ബി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. 36ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഓപ്ഷൻസ് മാഡം ഭിക്കാജി കാമ, ആനി ബസന്റ്, സുരയ്യ ത്യാബ്ജി, സിസ്റ്റർ നിവേദിത. ആൻസർ ഓപ്ഷൻ എ മാഡം ഭിക്കാജി കാമ. 37ാമത്തെ ക്വസ്റ്റ്യൻ, ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ജനുവരി 24, 1950. 38ാമത്തെ ക്വസ്റ്റ്യൻ,
ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഓപ്ഷൻസ്: കോ വാറന്റോ, മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ. ആൻസർ ഓപ്ഷൻ എ, കോ വാറന്റോ. 39ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻസ്: ഭരണഘടനയുടെ ആമുഖം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആൻസർ ഓപ്ഷൻ ഡി, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. 40ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻസ്: 71ാം ഭേദഗതി, 86ാം ഭേദഗതി, 42ാം ഭേദഗതി, 69ാം ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി, 86ാം ഭേദഗതി. 41ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻസ്: ചിന്നാർ വന്യജീവി സങ്കേതം, ചിമ്മിനി വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. ആൻസർ വരുന്നത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അതായത് ഓപ്ഷൻ എ, 1 മാത്രം. അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻസ്: തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്. വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. വയനാട് കർണാടകയുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, 2 മാത്രം. വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്നു. 43ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. 44ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻസ്: പാമ്പാടും ചോല, ആനമുടി ചോല, ഇരവികുളം, മതികെട്ടാൻ ചോല. ആൻസർ ഓപ്ഷൻ എ, പാമ്പാടും ചോല. 45ാമത്തെ ക്വസ്റ്റ്യൻ. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻസ്: അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത, വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധമായി. അർജുന അവാർഡ് നേടിയ 2ാം മലയാളി വനിത. ഇതിലെ ഏത് പ്രസ്താവനയാണ് ശരിയായത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി. 46ാമത്തെ ക്വസ്റ്റ്യൻ. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻസ്: വിയപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി നേടിയ ആദ്യത്തെ ചുണ്ടൻ വള്ളം. വിയപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. ആൻസർ ഓപ്ഷൻ ബി. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. 47ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? കായംകുളം കായൽ, ശാസ്താംകോട്ട കായൽ, വേമ്പനാട്ടു കായൽ, അഞ്ചുതെങ്ങു കായൽ. ആൻസർ ഓപ്ഷൻ ബി, ശാസ്താംകോട്ട കായൽ. 48ാമത്തെ ക്വസ്റ്റ്യൻ. 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? വിഴിഞ്ഞം, മുനമ്പം, നീണ്ടകര, കായംകുളം. ആൻസർ ഓപ്ഷൻ സി, നീണ്ടകര. 49ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകയിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാത. കമ്പം ചുരം തൊടുപുഴ, കട്ടപ്പന, നെടുങ്കയം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം, മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിൻ്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരിവേട്ട. ആൻസർ ഓപ്ഷൻ ബി, ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട്. 52ാമത്തെ ക്വസ്റ്റ്യൻ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ സി, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 53ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ സി, അയ്യങ്കാളി. 54ാമത്തെ ക്വസ്റ്റ്യൻ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം
നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ബി ബ്രഹ്മാനന്ദ ശിവയോഗി. 55ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യം, മതപരിവർത്തന രസവാദം എന്ന കൃതിയുടെ കർത്താവ്, കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ആൻസർ ഓപ്ഷൻ ബി 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന. ആൻസർ ഓപ്ഷൻ എ സഹോദര പ്രസ്ഥാനം. 57ാമത്തെ ക്വസ്റ്റ്യൻ, 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം. ആൻസർ ഓപ്ഷൻ ഡി അസർബൈജാൻ. 58ാമത്തെ ക്വസ്റ്റ്യൻ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചാരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ്. ആൻസർ ഓപ്ഷൻ സി AK ഗോപാലൻ. 59ാമത്തെ ക്വസ്റ്റ്യൻ, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രസ്താവനകളാണ് വായിക്കുന്നത്. വാഗൺ ട്രാജഡി, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭം, കലാപത്തെ അടിച്ചമർത്താൻ മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചു, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കലാപം. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. തന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ, പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സാമുദായ സംഘടന. ആൻസർ ഓപ്ഷൻ സി വാല സമുദായ പരിഷ്കരണ സഭ. 61ാമത്തെ ക്വസ്റ്റ്യൻ, നാവികരുടെ പ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ജീവകം സി, പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. ആൻസർ ഓപ്ഷൻ ബി H5N1. 63ാമത്തെ ക്വസ്റ്റ്യൻ, ഷിക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഡിഫ്തീരിയ. 64ാമത്തെ ക്വസ്റ്റ്യൻ, ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ആൻസർ ഓപ്ഷൻ ബി വെണ്ട. 65ാമത്തെ ക്വസ്റ്റ്യൻ, അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. 66ാമത്തെ ക്വസ്റ്റ്യൻ, സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം. ആൻസർ ഓപ്ഷൻ എ സൈലന്റ് വാലി. 67, ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി കൊൽക്കത്ത. 68ാമത്തെ ക്വസ്റ്റ്യൻ, റച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം? ആൻസർ ഓപ്ഷൻ എ DDT. 69ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: സ്പ്ലീൻ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നു. ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്നില്ല. വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ലിംഫോ വ്യവസ്ഥയുമായിട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ സി വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. 70ാമത്തെ ക്വസ്റ്റ്യൻ, DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തൈമീൻ. 71ാമത്തെ ക്വസ്റ്റ്യൻ, ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? ആൻസർ ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസിൽ. 72ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാറ്റത്തിന്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്ര? ആൻസർ ഓപ്ഷൻ സി 18. 73ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം ഏത്? ഓപ്ഷൻസ്: വസ്തുവിന്റെ നീളം, വസ്തുവിന്റെ വലുപ്പം, വസ്തുവിന്റെ ഇലാസ്തികത, വസ്തുവിന്റെ നിറം. ആൻസർ ഓപ്ഷൻ ഡി വസ്തുവിന്റെ നിറം. 74ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിപതന കോണും തുല്യമാകുന്നത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ എ എപ്പോഴും തുല്യമാണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കലോറി എത്ര ജൂൾ ആണ്? ആൻസർ ഓപ്ഷൻ സി 4.2 ജൂൾ. 76ാമത്തെ ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏത്? ആൻസർ ഓപ്ഷൻ ബി ഊർജം. 77ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? ആൻസർ കൊബാൾട്ട് 60. 78ാമത്തെ ക്വസ്റ്റ്യൻ, അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിന്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ എ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ക്യൂബ്. 79ാമത്തെ ക്വസ്റ്റ്യൻ, ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ബി എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. 80ാമത്തെ ക്വസ്റ്റ്യൻ,
സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഹൈഡ്രജൻ. അപ്പോൾ ഇന്ന് നടന്ന തേർഡ് ഫേസ് 10th പ്രിലിംസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ GK ക്വസ്റ്റ്യൻസ് 80 ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മുടെ NCERT നിന്ന് വരുന്നുണ്ട്. NCERT ചാപ്റ്റേഴ്സ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഫേസ് 4ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.